തുപ്പൽ ഇവിടം വരെ തെളിച്ചു. ഒരു ക്ലൂ തരാം. വ്യക്തിവൈരാഗ്യം തുടരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ജായിൽ ആരംഭിക്കുന്നു, അമ്മിൽ അവസാനിക്കുന്നു. ജാം എന്നൊരു പേര് ഒരൊറ്റ കുത്തിയാന്നണ്ടല്ലോ വൃത്തിയായിട്ട്. വ്യക്തിവൈരാഗ്യം വീണ്ടും തുടരുന്നു. ഇനിയൊരു ക്ലൂ കൂടി തരാം. ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു സിനിമാ നടിയാണ്. ദിലീപ് വാര്യർ. ഒരാളുടെ പേര് ചോദിച്ചാൽ രണ്ടുപേരുടെ പേര് പറയാമോ? വ്യക്തിവൈരാഗ്യം വീണ്ടും തുടരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം കൂട്ടിച്ചേർത്താൽ ജയ് എന്നാരംഭിക്കുന്നു. ജയ് ഹനുമാൻ. ഹനുമാന്റെ തന്തേ. അവസാനമായിട്ട് ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഇനി കൊടുക്കരുത് പ്രഭു. കുറെ നാളായില്ല ഞാൻ കുന്തം പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു ക്ലൂ എനിക്ക് താ. ആണോ? നിനക്കുള്ള ക്ലൂ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. കൊടുത്തോ. അവസാനമായി ഈ നടൻ നാറാണത്ത് പ്രാർത്ഥന പോലെ ഇരിക്കുന്ന ആളല്ലേ? മനസ്സിലായി. ജയറാം. മിസ് അർജുനൻ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ഈ സ്വയം മാരേജ് സീറ്റിൽ വന്നിരിക്കാം. ദൈവമേ, കൈ തമ്മിൽ ലോക്കായി. നമുക്ക് കൈ കൊടുക്കാൻ പാടില്ല എന്ന് അറിയില്ലേ? മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നതായിരിക്കും. ആരംഭിക്കാം. അയ്യപ്പന്റെ അമ്മ ചുട്ടത് എന്തപ്പമായിരുന്നു? എ നെയ്യപ്പം, ബി ഇടിയപ്പം, സി കുഴലപ്പം, ഡി വട്ടയപ്പം. വിച്ച് കോട്ടയം അയ്യപ്പാസ് അമ്മാസ് ചുട്ടപ്പാസ് എന്തപ്പാസ് വട്ടയപ്പാസ് ഇടിയപ്പാസ് നെയ്യപ്പാസ് ആൻഡ് കുഴലപ്പാസ്? വീരപ്പാസ്. ശരിയാണ്. അടുത്തതായി ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുരേഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ മുറ്റത്ത് കണ്ട പക്ഷി ഏതാണ്? എ കാക്ക, ബി തത്ത, ഡി മൈന, സി ചൈന. കാക്കാസ്, താത്താസ്, ചൈനാസ് ആൻഡ് മൈനാസ്. ഇതൊരു മാതിരി ശരിയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ പടപടാന്ന് ഉത്തരം പറയണം. തുടങ്ങാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് നിങ്ങളല്ലേ പറഞ്ഞ പടപടാന്ന് ഉത്തരം പറയാൻ? വളരെ വേഗത്തിൽ ഉത്തരം പറയണമെന്നാണ് പറഞ്ഞത്. തുടങ്ങാം. ഇന്ത്യക്ക് 1947 മുമ്പ് നമ്മൾ ഭരിച്ചിരുന്നത് വെള്ളക്കാർ. ഇപ്പോൾ ഭരിക്കുന്നത് കൊള്ളക്കാർ. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് പിച്ചക്കാർ. എവറസ്റ്റ് കൊടുമുടി എവിടെയാണ്? അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്റെ അടുത്ത് ചോദിക്കാനുള്ള ഞാൻ ഇതെടുത്തൊരു അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. അമേരിക്കക്കാർ ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു പട്ടിയാണ് കയറ്റി വിട്ടത്. ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കുന്നു? പൊക്കി വിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മുകളിലെത്താന്ന് മനസ്സിലായി. മിസ് അർജുനൻ, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. വില്ല് കൊലക്കലേക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ വിളിക്കട്ടെ. കാണാൻ പറ്റോ? അതല്ലേ വിളിക്കാൻ പോണത്. വിളിക്കൂ മോളെ പാഞ്ചാലി. ലഗേജ് താഴെ പോയി. ഭൂമി കുലുങ്ങിയോന്നൊരു സംശയം. അതെ, ഇത് ഒരാളാണോ? എന്ത് ഒരാളേ ഉള്ളോ? ഒരാളാണോന്നോ? പഞ്ചപാണ്ഡവന്മാർ 5 പേരില്ല. ആ സൈസിന് ഒരു സാധനപ്പുറത്തും വേണ്ടേ മോനെ? അതെ. ചടങ്ങുകൾ ആരംഭിക്കട്ടെ. പാഞ്ചാലി സ്വയം മാരേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാണ്ഡവർ അർജുനൻ ഇന്നൊരു സമ്മാനം കിട്ടി അമ്മേ എന്ന് പറയുന്നു. കിട്ടിയത് എന്താണെങ്കിലും നിങ്ങൾ 5 പേരും തുല്യമായി വിധിച്ചോളൂ എന്ന കുന്തിയുടെ ആജ്ഞയിൽ പാഞ്ചാലി 5 പേർക്കും ഭാര്യയായി തീരുന്നു. ശേഷം രംഗം 2
പാണ്ഡവാസ് ഹൗസ്. ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്, പോകാം ഊട്ടിക്ക് പോകാം, ബോംബെയും ഡൽഹിയും കാണാം, താജ്മഹൽ കണ്ടിടാം, കരളയൻ കൂടെ പോന്നാൽ ഓൾ ഇന്ത്യ മുഴുവൻ കാണാം. ചേട്ടാ എനിക്ക് വളരെ ത്രില്ലായി. ഛേ, സകല മൂടും പോയി. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ത്രില്ലാവുന്ന എനിക്ക് മനസ്സിലായോ? നിങ്ങൾ അങ്ങനത്തെ ടൈപ്പാ? അതല്ല ചേട്ടാ, പിന്നെ എനിക്ക് ഊട്ടിക്ക് പോവാൻ ത്രില്ലായി എന്നാ പറഞ്ഞത്. ആണോ? എടി ഊട്ടി പോകണ്ട വീട്ടിക്ക് റെഡി തോന്നാടി, നനക്ക് ഹസ്ബൻഡ് ഒന്നല്ല 5 മെമ്പേഴ്സ് ആടി, എൻ തമ്പി വെറുതെണ്ടി സൂര്യനെല്ലില മുഖ്യമതി, ഇവനെ നമ്പ്യാൽ ലൈഫ് ടേക്കർ. എടി നിന്നെ കെട്ടിയ നല്ല കെട്ടിയ ഫ്രണ്ടിൽ നിൽക്കണടി, കേറിപ്പോടി. കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടിട്ടി പഞ്ചാലി എന്നെ മാത്രം കെട്ടിപ്പൂടിടി, കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടിട്ടി കൊണ്ടാട്ടി ഭീമേട്ടനെ കെട്ടിപ്പൂടിടി. പാഞ്ചാലി വായൻ പാഞ്ചാലി വാ, ടച്ചിങ് സീനായി അല്പം അച്ചാറുതാ. അയ്യോ, ഇങ്ങനെ മങ്ങനെ നിന്നാലങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ പെൺകിളി നീ ഇക്കരേക്ക്, അല്ലെങ്കിൽ എന്നെ ഒന്ന് അക്കരേക്ക്, എന്നിട്ട് ഹൊയിലമാലി നമുക്ക് ലൈസമാലി, ഹൊയിലമാലി നമുക്ക് ലൈസമാലി. അയ്യോ, വൃത്തികെട്ടവനെ ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ വെച്ചാണോടാ കിസ്സടിക്കുന്നത്? ഈശ്വര, ഇതെന്തൊരു എക്സാമിനേഷൻ. ഈ പാണ്ഡവന്മാരെ കൊണ്ടുള്ള മേട് ഇതിപ്പോൾ വല്ലാത്ത പാട്. ഞാൻ എല്ലാവർക്കും തുല്യോണെന്ന് എഴുതി വച്ചല്ലോ മുതുക്കി തള്ളാം. ഇത്ര വല്ലാത്ത ശല്യാണെന്ന് കരുതിയില്ലല്ലോ ഞാനും വന്ന്. പാഞ്ചാലി, നിന്റെ സൗകര്യപ്രകാരം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിടാറില്ലേ? എന്താണ് ചേട്ടാ, എന്നെ ഡൈവോഴ്സ് ചെയ്യാനാണോ? എന്നെ ആശിപ്പിക്കല്ലേ ചേട്ടന്മാര്. അല്ല, ഇനി മുതൽ ഞങ്ങൾ ആരും നിന്റെ അടുത്ത് കോറസ് ആയിട്ട് വരില്ല. പിന്നെ? അതെ, നിന്റെ റൂമിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ വരുന്നവന്റെ ചെരുപ്പ് പുറത്തുണ്ടാകും. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചെരുപ്പില്ലല്ലോ. നിനക്ക് ചെരുപ്പില്ലെങ്കിൽ നീ നിന്റെ വണ്ടി പുറത്തിട്ടാ മതി. ഈ വണ്ടി പുറത്തിടാനൊക്കത്തില്ല. ഇത് ഈ പുറത്തിട്ട CC-കാരെടുത്തോണ്ട് പോകും. ഞാൻ മാറകട്. അതെ, ഏതായാലും നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനത്തിലെത്തിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. Okay. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ബ്രദേഴ്സ്, Yes. നമുക്കൊരു തെറ്റ് പറ്റി. എന്താണ് ഇഷ്ടം? നമ്മൾ വിവാഹം ചെയ്യേണ്ട വല്ല സൂര്യനെല്ലിന്നോ വിദ്രയെന്നോ ആവേണ്ടതായിരുന്നു. അതെന്തിനാണ്? അങ്ങനെയാണെങ്കിൽ 5 അല്ല 45 ആള് പോയാലും നോ പ്രോബ്ലം. രംഗം 3, പാതിരാത്രി, വീണ്ടും പാണ്ഡവാസ് ഹൗസ്. ഇത് ഏത് ചേട്ടൻ തട്ടിയിട്ടാണോ ഈ ചെരുപ്പ്? ഓക്കെ, വെയിറ്റ് ചെയ്യാം. ചെരുപ്പ് പുറത്തിടാൻ പറഞ്ഞത് അബദ്ധമായി. ഒരു ചെരുപ്പ് പുറത്തെടുക്കണ്ടില്ലേ? എന്താ എങ്ങോട്ടാ ഇത്ര ധൃതിയില്? അല്ല, എനിക്ക് അവിടെ പോയിട്ട് ഒരു അത്യാവശ്യ കാര്യണ്ടായിരുന്നു. അതേ അത്യാവശ്യ കാര്യത്തിന് ഞാൻ വെയിറ്റ് ചെയ്യണത്. ഇവിടെ സാധനം കിടക്കണം. ആരുണ്ട്? വെയിറ്റ് ചെയ്യും. നമ്മളെ കൂടാതെ പിന്നെ വേറെ ആരായിരിക്കും അകത്ത്? നമ്മൾ രണ്ടുപേരല്ല, അത് ഉറപ്പാ. ഏയ്, ഏയ്, ഏ. ട്രാഫിക് നിയമം തെറ്റിക്കണം. അങ്ങോട്ട് മാറി. ചെരുപ്പ് മേടിച്ചു, പുതിയ ചെരുപ്പാ. ചെരുപ്പ് കാലിലിട്ടോ, അങ്ങോട്ട് മാറിക്ക്. നീ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? പെട്ടയാനോ? അല്ല, അണ്ണാറക്കണ്ണനും തന്നാലായത്. അണ്ണാറക്കണ്ണനും തന്നാലായതാ. ആകണ്ട, അവിടെ ഇരുന്നോ. ചെരുപ്പ് കണ്ടിട്ട് ഭീമേട്ടന്റെ ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഉണ്ടാ. ഹേയ്, ഭീമേട്ടൻ ഉണ്ട്. അപ്പൊ മൂത്ത ചേട്ടൻ തന്നെ ഉറപ്പ്. ആര്? സഹോദരന്മാരെ, എന്താണ് ഇവിടെ ഒരു ബഹളം? ഏ, മൂത്ത ചേട്ടൻ. നമ്മൾ 5 പേര് ഈ പഞ്ചപാണ്ഡവന്മാർ പുറത്തു നിൽക്കുമ്പോ അകത്താര്? ആര്? ആര്? എനിക്കറിയാം. ആര്? ആറാമതൊരാൾ. എടേ, പഞ്ചപാണ്ഡവന്മാരൻ തഞ്ചത്തി കയറി വഞ്ചന കാലിച്ച പാഞ്ചാലി വഞ്ചിക്ക് ഇറങ്ങി വാടി. ഇറങ്ങി വാടി. ഇവിടെ വാടി. ഇവിടെ. വഞ്ചകി. പുരുഷന്മാരെ, എന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രം നിങ്ങൾക്ക് ആർക്കും തങ്ങി ചോരയില്ലേ? തല്ലിക്കൊല്ല കണ്ണി ചോര വേണോ സിസ്റ്റർ? Wife. യെസ് വൈഫ്. പറയണേ, ആരടി? ഈ പഞ്ചപാണ്ഡവർക്ക് മാത്രം അവകാശമുള്ളപ്പോ ഈ ചെരുപ്പ് ആരുടെ? ആരടി? ആരടി? ആരടി?
ഒരു അവസരം കൊടുക്കണപ്പാ. ആരടി പറടി ചെരുപ്പിന്റെ ഓണർ ആരടി? ആരാണ് ഇതിന്റെ owner? അല്ലാതെ ചെരുപ്പിന്റെ ഓണർ ആരടി? ഈ ചെരുപ്പിന്റെ ഓണറോ മുടിഞ്ഞവന്മാരെ നിങ്ങളുടെ കൊടുക്കത്ത ശല്യം കാരണം ഒരു 10 മിനിറ്റ് റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചു വെച്ചതാ ഈ ചെരുപ്പ്. നിങ്ങവിടെ ബാലയും കളിച്ചോണ്ടിരുന്ന അവിടെ മലയാറ്റു പള്ളിയിൽ കൊടികേറി. ആരുടെ മേത്ത്? ദേഹത്തല്ല, പള്ളി പെരുന്നാളാണ് അവിടെ കൊടികേറി. ആണാ? ആമ്പിള്ളേര് തെണ്ടിക്കൊണ്ടിരിക്കുക, നമ്മക്ക് തെണ്ടണ്ടേ? ഒരു 10 രൂപ തരുമോ തല മുന്നിലിരിക്കണ സാറേ? ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള തുട്ട് കൊടുക്കുമോ സാറേ? ഒരു 10 രൂപ തരുമോ തല മുന്നിലിരിക്കണ സാറേ? ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള തുട്ട് കൊടുക്കുമോ സാറേ? സാറിന്റെ ഫോൺ നമ്പർ തന്നാൽ ഞാൻ ഫോണിൽ കണ്ടാ സാറേ. സെല്ലുലാർ ഫോൺ എന്റെ കയ്യിലിരിപ്പുണ്ട് സാറേ.